ഞാൻ മാഗി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്ന ഒന്നാണ് മാഗി. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിടുന്നില്ല, അതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സവാള ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സവാള നീളത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും അതുപോലെ തന്നെ 2-3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. നമ്മുടെ ക്യാരറ്റും ബീൻസും ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളിക്കയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വലിയ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറിയ കപ്പിനാണെങ്കിൽ 2 കപ്പ് വെള്ളം. ഞാൻ ഈ വലിയ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. മസാല ചേർത്ത് കൊടുക്കുവാണ്. ചിലർ മസാല നമ്മുടെ ഈ മാഗി ഇട്ടതിന് ശേഷമാണ് ചേർക്കുന്നത്. ഞാൻ അതിന് മുമ്പ് തന്നെ മസാല ചേർക്കാറുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഗി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഇട്ടിട്ട് വേവിക്കരുത്, ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മാഗി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ഹെൽത്തി ആയിട്ടുള്ള മാഗിയാണ്. അപ്പോൾ ക്യാബേജൊക്കെ ഇങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.